Good morning, guys. So, today my 8th Nikah anniversary. So, let's celebrate. Okay. കുറച്ച് പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ പറയുക, കുറേ ആഘോഷിക്കാറുള്ളതാണ് നമ്മൾ ബർത്ത്ഡേസും പിന്നെ ഇങ്ങനത്തെ വെഡിങ് ആനിവേഴ്സറിയും അതൊക്കെ ആഘോഷിക്കാറുള്ളതാണ്. അപ്പം ഇന്നത്തേത് കുറച്ചൊന്ന് സ്പെഷ്യലാക്കിയാലോ? കാരണം നിങ്ങൾ ക്ലാസ് ഇല്ല കുട്ടികൾക്ക്. അപ്പം എന്തായാലും എല്ലാം കൊണ്ടും ഫ്രീ ആയിട്ടുള്ളൊരു ഡേ ആണ്. ഇന്ന് ബിസിയായെന്ന് വെച്ചിട്ട് നാളേക്ക് അതൊരു ഇതാവില്ല. കാരണം അപ്പം അത് കാരണം നമുക്കിന്നൊന്ന് സെലിബ്രേറ്റ് ചെയ്താലോ, ജസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചാലോ എന്നുണ്ട്. ഇൻഷാല്ലാ നോക്കട്ടെ കേട്ടോ. അത് ഞാൻ മോർണിംഗ് എടുക്കുന്ന വീഡിയോ ആണ്. അപ്പം പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്രത്തോളം സക്സസ് ആവും, പ്ലാൻസ് നടക്കുമോ എന്നൊന്നും അറിയില്ല. അപ്പോൾ ഓക്കെ, നമുക്ക് നോക്കാം. വെയിറ്റ് ആൻഡ് സീ. ഓക്കെ, നമ്മൾ കുറച്ച് എന്താ പറയുക, ഗസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അവർ കറക്റ്റ് സമയത്ത് എത്തുക, നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അത് പിന്നെ കുറച്ച് പർച്ചേസിങ് ഉണ്ട്. അപ്പം എല്ലാം ഈ ടൈമിൽ നടന്ന് എല്ലാം സെറ്റായി നല്ല ഭംഗിയായിട്ട് അവസാനിക്കുമോ എന്നറിയില്ല. കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട്, കുറച്ച് ടെൻഷനുണ്ട്. നല്ല ഭംഗിയായിട്ട് കഴിയണം എന്ന ആഗ്രഹമുണ്ട്. അപ്പം നോക്കാം. അപ്പോൾ ഓക്കെ, ഇന്ന് അങ്ങനെ മാഷാ അല്ലാ, അങ്ങനെ ഇന്ന് കഴിഞ്ഞിട്ട് 8 വർഷം തികഞ്ഞിരിക്കുന്നു ഗായ്സ്. 8 വർഷം. കുറേ തല്ലുകൂടിയും കുറേ പിണങ്ങിയും കുറേ നമ്മൾ എന്താ പറയുക, അയ്യോ എന്താണ് അത് ഇത്, സത്യം പറയുകയാണെങ്കിൽ കുറച്ച് വഴക്കുണ്ടാക്കുന്നതും കുറച്ച് ഇങ്ങനെ എന്താ പിണങ്ങി നിൽക്കുന്നതും പിണക്കും ഇണക്കും ഒക്കെ നല്ലതാണ്. നല്ല ബന്ധം ഉണ്ടാവും. പിന്നെ നല്ല ബന്ധം അല്ലെങ്കിലും എന്താ പറയുക, നല്ലതാണ്. എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ ബോധപ്പെടുത്താൻ വേണ്ടി സൃഷ്ടിക്കുന്ന ഒരു ലൈഫുണ്ടല്ലോ, അതിനേക്കാളും എത്രയോ നല്ലതാണ് മറ്റുള്ളവർ മുന്നിൽ നല്ലതുപോലെ അല്ലാത്ത ലെവലിലും നമ്മളായിട്ട് തന്നെ ജീവിക്കുന്നത്. അത് ഏറ്റവും നല്ലതാണ്. നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ അവരുടെ മുന്നിൽ നിങ്ങൾ ഭയങ്കര ക്യൂട്ട് കപ്പിളാണ് എന്ന് കാണിച്ചു കൊടുത്ത് ജീവിക്കുന്നതിനേക്കാളും നല്ലതാണ് ഇങ്ങനെ റിയലായിട്ട് ജീവിക്കുന്നത്. എനിക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ ഞാൻ റിയാക്ട് ചെയ്യും. ഞങ്ങളിങ്ങനെയാണ്, ദേഷ്യപ്പെടും, പിണങ്ങും, സ്നേഹിക്കും. ആ ഒരു റിലേഷനാണ് എന്ന് നല്ല സത്യസന്ധമായിട്ട് അങ്ങനെ ജീവിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതല്ലാതെ മറ്റുള്ളവരുടെ മുന്നിൽ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെയുണ്ട്, ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സ്റ്റൈൽ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര ബോറാണ്. റിയലായിട്ടുള്ള അവരുടെ ഒരു ഒളി ക്യാമറ വെച്ചാൽ മനസ്സിലാവും അവരുടെ റിയൽ ലൈഫ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അവർ നമ്മുടെ മുന്നിൽ നമ്മളെ കൊച്ചാക്കിയിട്ട് അവരവരുടെ ലൈഫ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തരും. സോ എൻ്റെ ലൈഫ് എങ്ങനെയാണോ എന്താണെന്ന് എന്നെ അറിയുന്നവർക്ക് അറിയും, അല്ലാത്തവർക്ക് അറിയില്ല. അപ്പം ഓക്കെ, അപ്പം നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. വെഡ്ഡിങ് ആനിവേഴ്സറി നിക്കാഹ് ആനിവേഴ്സറി ആഘോഷിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഞാൻ കുക്കിങ്ങിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് കുക്കിങ് തുടങ്ങുള്ളൂ. അപ്പം അതാണ് ഞാൻ വിചാരിക്കുന്നുണ്ട്. ആ ടൈമിൽ ബിസി ആയി പോകും. ഫസ്റ്റ് ഇപ്പം ഞാൻ വീട് ക്ലീൻ ചെയ്യാമെന്ന്. ആരും എണീറ്റിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ കറക്റ്റ് ആ ഒരു സ്കൂളിൻ്റെ ടൈം ആകുമ്പോൾ എണീക്കുന്നതുകൊണ്ട് ആ ഒരു ടൈം അലാറം അടിക്കുമ്പോൾ അങ്ങനെ എണീക്കും. അപ്പോൾ അലാറം അടിച്ചു എഴുന്നേറ്റ് അപ്പോൾ ഇനി ഞാൻ വീടൊക്കെ ക്ലീൻ ചെയ്യാൻ പോവാണ്. മുടിയിലൊന്നും എണ്ണയില്ല, അപ്പം ഞാൻ കുളിക്കണം. അപ്പം ഫസ്റ്റ് വീട് ക്ലീൻ ചെയ്ത് ഞാൻ കുളിക്കാൻ പോവാണ്. വീട് ക്ലീൻ ചെയ്ത് കുളിച്ച് റെഡിയാവും. അത് കഴിഞ്ഞതിന് ശേഷം ഡയറക്റ്റ് നമ്മൾ കിച്ചൺ പരിപാടികളൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനിയിപ്പം വിശക്കൊന്നും കൂടിയുണ്ട്. ഒരു ഗ്ലാസ് ചായ കുടിക്കും. ചായ ഉണ്ടാക്കി ചൂടാറി വരുന്ന ഗ്യാപ്പിൽ ഞാൻ വേഗം വീടടിച്ച് വരും. അപ്പോൾ ഓക്കെ, അപ്പം നമ്മൾ എല്ലാം ഷൂട്ട് ചെയ്ത് നല്ലൊരു വീഡിയോ ആക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കാം. ഇട്ടോ
അപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ അതാ ഉഴുന്ന ദോശയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ചിക്കൻ കറിയുമാണ്. അപ്പോൾ ഇതാ നമ്മൾ ഫുഡ് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം മസാലയ്ക്കുള്ളതും പിന്നെ ചോറ് തിളപ്പിക്കാനുള്ള വെള്ളം ഒക്കെ വെച്ചിട്ടുണ്ട്, ചോറ് വേവിക്കാനുള്ള കേട്ടോ. മസാല റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളിതാ എല്ലാം പണികളെല്ലാം കഴിഞ്ഞു, ക്ലീൻ ആക്കി കഴിഞ്ഞതിന് ശേഷം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവരും വരുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾ കുറേ നേരം കളിച്ചു. ഇപ്പം അവർ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ ഗ്യാപ്പിൽ അവർ വണ്ടിയിലാവുമല്ലോ വരിക. അപ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിലുള്ള വണ്ടി ഒന്ന് സൈഡാക്കി നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ അവർ ഏകദേശം എത്താറായിട്ടുണ്ട്. അപ്പോൾ അത് കാരണം വണ്ടി ഒന്ന് സൈഡാക്കിയിടാലോ എന്ന് വിചാരിച്ചു കേട്ടോ. എങ്ങനെ ഇതാ അവർ വന്നു, ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പായസം ഉണ്ടാക്കി, പിന്നെ ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും അച്ചാറും നാരങ്ങച്ചാറും ഈ സാലഡും ഉണ്ടായിരുന്നു. പിന്നെ പൊറോട്ടയും വാങ്ങിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ അതൊക്കെയായിരുന്നു. അങ്ങനെ എല്ലാവരും ഒരുമിച്ചൊന്ന് കഴിക്കുകയാണ്. ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചായപ്പരിപാടി നോക്കാമെന്നൊക്കെ പറഞ്ഞു. കുറച്ച് നേരം ഞാൻ അടിച്ച് പൊളിക്കാമല്ലോ, ഫുഡ് കഴിഞ്ഞതിന് ശേഷം ഫ്രീ ആയിട്ടിരിക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ഫുഡ് കഴിച്ചു, എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ കേക്ക് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ കേക്ക് പിന്നെ മുറിക്കുന്നതാണ്. പക്ഷേ ഗിഫ്റ്റ് നോക്കാൻ പോവാണ് ഗൈസ്. ആണ് ഗിഫ്റ്റ്. വാവ്, അപ്പോൾ ഇതാണ് ഒരു ഗിഫ്റ്റ്. ഞാൻ അടുത്തത് എടുക്കാം കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് വാവ്, സൂപ്പർ. അപ്പോൾ 2 കൂട്ട് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്, സന്തോഷം. അപ്പോൾ ഇനി എന്താണ് ഗിഫ്റ്റ് നോക്കാം. എന്താ ബേബി? അങ്ങനെ കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് റെസ്റ്റ്. ബീഫ് ബിരിയാണി ചിക്കൻ ഫ്രൈയും. അപ്പോൾ ഇനി റെസ്റ്റ് എടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ പായസം കുടിച്ചായിരുന്നു കേട്ടോ. പായസം പതാൻ കുടിച്ചു. അപ്പോൾ ഇനി റെസ്റ്റ് എടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ചായ കുടിക്കും, കേക്ക് മുറിക്കും. അവിടെ കേക്ക് വന്നിട്ട് ബട്ടർ സ്കോച്ചും പിന്നെ റെഡ് വാലറ്റുമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും 2 കേക്ക് വാങ്ങിയിട്ടുണ്ട്. എന്താണ് 2 കേക്ക് വാങ്ങിക്കുന്നത്? എന്തായാലും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കുട്ടികൾ അത് വാശി പിടിക്കും. അപ്പോൾ അവർക്ക് കട്ട് ചെയ്യാൻ ഒരെണ്ണം, നമുക്ക് കട്ട് ചെയ്യാൻ ഒരെണ്ണം എന്നാണ് പ്ലാനിങ്. പക്ഷെ നടക്കൽ വളരെ ഓപ്പോസിറ്റ് ആയിരിക്കും. കാരണം അവരായിരിക്കും ഫസ്റ്റ് ഇത് ഞാൻ മുറിക്കുക, അത് ഞാൻ മുറിക്കുക എന്ന് പറഞ്ഞിട്ട് നിൽക്കുക. എന്തായാലും അവരവരുടെ ഇഷ്ടത്തിന് എന്തായാലും മുറിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ആനിവേഴ്സറി ആഘോഷിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ.